സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ വചനം ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. തന്റെ വൃദ്ധ്യന് രോഗം വന്നപ്പോൾ യേശുവിന്റെ അടുത്ത് ചെന്ന് പറയുന്നു. യേശു പറയുന്ന ഒരു വാക്ക് കേട്ടിട്ട് പൂർണ്ണമായി അതിൽ വിശ്വസിക്കുകയാണ്. അതായത്, യേശു വരേണ്ട കാര്യം പോലുമില്ല, നിന്റെ വചനം മാത്രം മതി. നമ്മൾ ഒത്തിരിയേറെ വചനം ധ്യാനിക്കുന്നവരാണ്. എന്നാൽ വചനത്തിൽ ജീവനുണ്ടെന്നുള്ള അർത്ഥത്തിൽ, ആ വചനം എന്നിൽ ഇതാ വ്യാപരിച്ചു എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ട്? ഓരോ വചനവും നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനും വചനത്തിന് കൂടുതൽ താല്പര്യത്തോടെ, ദാഹത്തോടെ അതിനടുത്തായിരിക്കുവാനും ഒക്കെ ആഗ്രഹിക്കാം. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശു എന്ന് പറഞ്ഞാൽ അത് സാധിക്കും. അതുകൊണ്ട് യേശു സാന്നിധ്യം തന്നെയാണ് വചനം. ഒരു വചനം നിന്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് നിന്റെ അടുത്ത് വരുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാവണം. അപ്പോൾ വചനം വായിക്കുമ്പോൾ ആ വചനം യേശുവാണ്, ദൈവമാണ്, ആ വചനം എന്നോടൊപ്പമുണ്ട് എന്ന ഒരു ബോധ്യം ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.